ജീവിക്കുന്ന ഒരു ചേട്ടൻ്റെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എന്താണ് ചേട്ടൻ? എൻ്റെ പേര് ഗിന്നസ് ഡോക്ടർ മലയങ്കിഴ് പ്രേമനാണ്. ഞാൻ ഈ ഭിന്നശേഷിക്കാരുടെ ക്ഷേമകാര്യങ്ങൾ നോക്കുന്ന ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ 29 സംസ്ഥാനത്തിലും ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ക്ഷേമ പ്രവർത്തനത്തിലേക്ക് വേണ്ടി യാത്ര ചെയ്തു. ഞാനും ഒരു 80-85% ഭിന്നശേഷിക്കാരനാണ്. ഏതെങ്കിലും എൻ്റെ വൈകല്യത്തിൻ്റെ പറഞ്ഞുകൊണ്ട് ഈ സമാജത്തിലെ 21 വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള സേവന പ്രവർത്തനം ആണ് ഈ രാഷ്ട്രീയ വികലാംഗ സംഘ് എന്ന ചാരിറ്റി ട്രസ്റ്റ് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനം സംഘടന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് പലതരത്തിൽ അനുഭവിക്കുന്ന അനേകം ഭിന്നശേഷിക്കാരുണ്ട്. 21 വിഭാഗമാണ് ഭിന്നശേഷിയായി ആ 21 വിഭാഗം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് ഏത് സഹായവും സർക്കാരിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വാങ്ങിക്കൊണ്ട് അനേകം സേവാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി ഓൾ ഇന്ത്യ ഇന്ത്യൻ ടാക്സിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അംഗീകാരത്തോടെ ലൈസൻസ് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് അതാത് വർഷം പുതുക്കി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയാണ്. അത് ഏകദേശം നമുക്ക് സംഘടനയിൽ തന്നെ 3 ലക്ഷം ഭിന്നശേഷിക്കാർ ഇന്ന് ഇന്ത്യയിൽ നമ്മളെ ഈ ID കാർഡ് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരുണ്ട്. അത് ആ ഭിന്നശേഷിക്കാർക്കാണ് നമ്മൾ സേവന പ്രവർത്തനം എത്തിക്കാനും പലതരത്തിലുള്ള വിവിധ സഹായങ്ങൾ ധനസഹായമായാലും സാമ്പത്തികപരമായ അല്ലാതെയും ഉൽപ്പന്നപരമായൊക്കെ സഹായങ്ങൾ ചെയ്തു കിടപ്പ് രോഗികളായ ആൾക്കാർക്കൊക്കെ സേവനം നമ്മൾ ഇതേപോലുള്ള നാടുകൾ വെച്ചിട്ട് കിട്ടുന്നതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഭാഗം ഈ ഇതൊരു സേവാ പ്രവർത്തനത്തിനുമായിട്ട് മാറ്റിവെച്ചാണ് നമ്മൾ സേവാ പ്രവർത്തനം നടത്തുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കകത്തുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇതേപോലെ ആൾ കൂടുന്ന ഭാഗത്തെല്ലാം നമ്മൾ സംഘടനയുടെ പേരിൽ ഇതൊരു ഷാള് പ്രവർത്തിച്ചുകൊണ്ട് ആ ഷാളിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ കിടപ്പ് രോഗികളായ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഫണ്ടായി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ അനേക സേവാ പ്രവർത്തനമാണ് ഇനിയും നാളെയും ചെയ്യുവാൻ വേണ്ടിയാണ് സംഘടന ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും സംഘടനയുടെ ഭാഗത്തേക്ക് ഉണ്ടാവുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഒരു വിവരണം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള സഹായങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ 6 മാസം കേരളത്തിൻ്റെ 6 മാസം കൊണ്ട് ക്ഷേമ പെൻഷൻ ഭിന്നശേഷിക്കാർക്ക് മുടക്കമാണ്. പക്ഷേ വട്ടപൂജ്യമാണ് ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുന്നത്. നാമമാത്രം ഏകദേശം അപ്പോൾ 4-5 ആൾക്കാർ കൊടുത്തതിൻ്റെ ഫലം അവർക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത്. പക്ഷേ അർഹതയുള്ള വ്യക്തികൾക്കൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നില്ല. ഗവൺമെന്റിനെ കുറ്റപ്പെടുന്നതല്ല, പക്ഷേ ഗവൺമെന്റിന്റെ നടപടി പൂർണ്ണമായും ശരിയല്ല. ഒന്ന്, കേരളത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭിന്നശേഷിക്കാരായ ഒരാൾ വീൽ ചെയറിൽ വന്നു കഴിഞ്ഞാൽ ആ വീൽ ചെയറിൽ ആ സർക്കാർ സ്ഥാപനത്തിനകത്ത് എത്തിപ്പെടാൻ പറ്റാത്ത അനേകം വിഷമിക്കുന്ന ഭിന്നശേഷിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഭിന്നശേഷി സൗഹൃദ നിയമമല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നത്. PWD ആക്ട്, ഭിന്നശേഷി അവകാശ നിയമം കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ മറ്റുള്ള സംസ്ഥാനം നടപ്പിലാക്കും. ശരിക്കും പറഞ്ഞാൽ 9 വർഷമായി UDID കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് കേരളത്തിൽ ഭിന്നശേഷിക്കാർ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ പോലും കൊടുക്കാൻ സാധിച്ചില്ല. 1 ലക്ഷത്തിൽ താഴെ ഭിന്നശേഷിക്കാർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. 7000 ഭിന്നശേഷിക്കാർ, ഓരോ ജില്ലകൾക്ക് 7000 ഭിന്നശേഷിക്കാർക്കാണ് കാർഡ് അപേക്ഷിച്ചിട്ട് കൊടുക്കാതെ ഇന്ത്യക്ക് കിടക്കുന്നത്. 7000 ഒരു ജില്ലയിൽ. അങ്ങനെ പല ജില്ലകളിലും 14 ജില്ലകളിലും അനേകം ഭിന്നശേഷിക്കാർക്ക് UDID കാർഡിന് വരും. ആ UDID കാർഡ് എടുത്താൽ കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ അനവധി ആനുകൂല്യങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അതുവഴി കിട്ടാൻ സാധിക്കും. പക്ഷെ അതിനെ എടുക്കാൻ വേണ്ടി പരിശ്രമം പോലും സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ.